ഈ ഒരു കരിയർ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ജോബ് ചൂസ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയാസിനെ നമുക്കൊരു 4 ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് നമുക്ക് വിൻ വിൻ എന്ന് പറയാം. ഈ വിൻ വിൻ എന്ന് പറയുമ്പോൾ ലൈക്ക് നല്ല കാശായിരിക്കും, ആൻഡ് അവർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ജോബ് ചെയ്യാൻ പൈസ വരും, നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും ചെയ്യാൻ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് പറയാന്ന് പറയുമ്പോൾ വിൻ ലോസ് എന്ന് പറയാം. പൈസ ഉണ്ടാവും, പക്ഷെ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മുടെ ഈ റെക്കമെൻഡേഷൻ വഴി അച്ഛൻ ചെയ്ത ജോലി കിട്ടുന്ന ഇങ്ങനെയൊക്കെ കയറി പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവല്ലോ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ലോസ് വിൻ എന്ന് പറയാം. ലോസ് വിൻ എന്ന് പറയുമ്പോൾ കാശ് കുറച്ച് കുറവായിരിക്കും, പക്ഷെ അവര് ചെയ്യുന്ന ജോലിയിൽ അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും, പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന, ലൈക്ക് വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പോലെ ഉണ്ടാവുന്ന. സോ ഇത് ചെയ്യുന്ന ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന ജോലിയിൽ അവർ എക്സ്പേർട്ട് ആവുന്നതിനനുസരിച്ച് അവരാളുകൾ കൊത്തിക്കൊണ്ടുപോകും. നമ്മൾ ഈ ഒരു ലോസ് വിൻ എന്നുള്ളത് വിൻ വിന്നിലോട്ട് മാറുന്ന സാഹചര്യം. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കറിയാം ലോസ്. പൈസയില്ല, പണിയില്ല. നമ്മൾ വെറുതെ ഒരു ഡെയിലി സ്ട്രഗിൾ പോലെ ഇങ്ങനെ പണിക്കുക, പക്ഷെ പൈസയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ലോസ് എന്ന് പറയുന്നത്. പറഞ്ഞ പോലെ ഒരു വിൻ വിൻ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. അതായത് നമുക്ക് പൈസയും വേണം, എന്നാൽ നല്ല സമാധാനത്തിൽ വർക്ക് ചെയ്യാൻ പറ്റണം. നമുക്ക് നമ്മളെ കുറിച്ച് ഒരു തിരിച്ചറിവ് ഉണ്ടാവണം, അല്ലെ? സോ നമ്മുടെ കേപ്പബിലിറ്റീസും നമ്മുടെ ഡ്രോബാക്സും, കേപ്പബിലിറ്റീസ് മാത്രം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ ഡ്രോബാക്സും നമുക്ക് അറിയണം, അല്ലെ? ഈ ഒരു അവസരത്തിലാണ് USLO.IIയുടെ ഈ ഒരു പേഴ്സണാലിറ്റി കരിയർ ടെസ്റ്റ് ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്.